കടൽ കടന്ന് കളിയാട്ടപ്പെരുമ മലയാളികൾക്ക് മുന്നിലെത്തി. ഉത്തര മലബാറിലെ കളിയാട്ടക്കോലങ്ങൾ ആദ്യമായാണ് ഗൾഫ് രാജ്യങ്ങളിലെത്തുന്നത്. മനസ്സും കണ്ണും നിറഞ്ഞ് തൊഴുകൈകളോടുകൂടി പ്രവാസി മലയാളികൾ കളിയാട്ടക്കാലത്തെ വരവേറ്റു. തുലാമാസത്തിലെ 10-ാം ഉദയത്തോടെ ഉത്തര കേരളത്തിൽ തെയ്യക്കാലമാകും. പ്രവാസികളിൽ പലരും ഇക്കാലത്ത് അവധിയെടുത്ത് നാട്ടിലെത്തി കാവിലും വയൽത്തിറയിലുമായി തെയ്യവും കളിയാട്ടവും കാണും. അവധി ലഭിക്കാത്തവർക്കും സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കും തെയ്യക്കാലത്ത് മനസ്സിൽ ഒരു നീറ്റലാണ്. ഇത് മാറ്റുകയാണ് കളിയാട്ട ആഘോഷ കമ്മിറ്റി. എന്താ പറയാ, ഒരു വല്ലാത്തൊരു ഡ്രീം നടന്നൊരു ദിവസമാണിന്ന്. സത്യം പറഞ്ഞ ഈ ആദ്യം ഇന്ന് എനിക്ക് തോന്നുന്നത് ശാസ്തപ്പനായിരുന്നു ആദ്യം. ഇന്ന് ശാസ്തപ്പൻ തോറ്റായിരുന്നു രാവിലെ ഇറങ്ങിയത്. ആ ഒരു സമയത്ത് സത്യം പറഞ്ഞ കണ്ണെന്നൊക്കെ വെള്ളം വന്നു. വല്ലാത്തൊരു അവസ്ഥ. ഞാൻ എല്ലാവരും വിളിച്ചു പറയായിരുന്നു, എടാ നമ്മൾ തെയ്യിറങ്ങി വിളിച്ചു പറയായിരുന്നു. സംഘാടകരുടെ കണ്ണ് നിറഞ്ഞപ്പോൾ സന്ദർശകരുടെ കണ്ണും മനസ്സും നിറഞ്ഞു. മാക്കം, ഗുളികൻ, ശാസ്തപ്പൻ, വിഷ്ണുമൂർത്തി, പ്രിയപ്പെട്ട ദേവതാരൂപങ്ങളെല്ലാം അവരുടെ മുന്നിൽ തികവോടെ എത്തി. കളിയാട്ടം ആഘോഷ കമ്മിറ്റിയാണ് ചരിത്രം കുറിച്ചുകൊണ്ട് ആദ്യമായി കളിയാട്ടം UAE-യിൽ എത്തിച്ചത്. കോലം കെട്ടിയാടിയതാകട്ടെ പത്മശ്രീ നാരായണ പെരുവണ്ണാനും കുഞ്ഞിരാമ പണിക്കരും ബാലകൃഷ്ണൻ പെരുവണ്ണാനും. ആ നാട്ടിൽ നമ്മൾ പോകാൻ പറ്റുന്നില്ലല്ലോ ആ ടൈം ആകുമ്പം. അതുകൊണ്ട് ഇതൊരു വലിയൊരു ഇതായിട്ട് അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് നമുക്കിപ്പോൾ. ഇതിൻ്റെ സംഘാടകർക്കൊക്കെ ഒത്തിരി നന്ദി. കാരണം ഞങ്ങളൊന്നും നാട്ടിലങ്ങനെ എല്ലാ സമയം ഈ ടൈമിൽ പോകാൻ പറ്റില്ലല്ലോ. വെക്കേഷനൊക്കെ വരുമ്പോഴല്ലേ പോകാൻ പറ്റും. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ഈ സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി, അഭിനന്ദനങ്ങൾ. ശരിക്കും തെയ്യം കാണാത്തൊരു മിസ്സിങ് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷം. നമ്മളെപ്പോഴും ഇയർലി മാക്കത്തിൻ്റെ തെയ്യമൊക്കെ കാണുന്നതാണ് ചാല അവിടെ പോയിട്ട്. അപ്പോൾ ഈ വർഷം ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ ഒരുപാട് സന്തോഷം. അജ്മാനിലെ വിന്നേഴ്സ് സ്പോർട്സ് ക്ലബിൽ വയൽത്തിറ പോലെ കെട്ടിയൊരുക്കിയായിരുന്നു കളിയാട്ട മഹോത്സവം. UAE-യിലെ എല്ലാ എമിറേറ്റുകളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തി. രാവും പകലും നീണ്ട ആഘോഷത്തിൽ അവർ അലിഞ്ഞു ചേർന്നു. നമ്മൾ ഇത്ര ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആദ്യം തത്രത്തിൽ പേടിയായിരുന്നു. കാര്യം ഇത്രയും ആൾക്കൂട്ടമേടെ വരും നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം വിദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത്. മുത്തപ്പൻ, തിരുവപ്പൻ ഇങ്ങനത്തെ തെയ്യങ്ങളൊക്കെ കെട്ടിയാടേണ്ട കൊല്ലങ്ങൾ കാണാറുണ്ട്. പക്ഷേ എല്ലാ തെയ്യക്കോലങ്ങളും ഇത്രയും തെയ്യക്കോലങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കെട്ടിയാടിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ 5-6 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു പ്രയത്നമാണ്. എങ്കിലും ദൈവാധീനം കൊണ്ട് നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഭയങ്കര ഭക്തജന പ്രവാഹമാണ്. ഉത്തര കേരളത്തിലെ തെയ്യങ്ങളിൽ മുത്തപ്പനാണ് ആദ്യം ഗൾഫിൽ കെട്ടിയാടുന്നത്. പിന്നീട് തിരുവപ്പനയുമെത്തി. ദുബായിലും അബുദാബിയിലും അജ്മാനിലുമെല്ലാം മുത്തപ്പൻ മഹോത്സവവുമുണ്ട്. ആദ്യമായാണ് വിദേശത്ത് തിരുമുടിയിലും അരയൊടിയിലും പന്തങ്ങൾ ചുറ്റി തെയ്യങ്ങൾ പുറപ്പെടുന്നത്. കണ്ണൂരിൻ്റെ ഒരു ഹരമാണ് തെയ്യം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് തെയ്യത്തിൻ്റെ പ്രധാന ഒരു ഇത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം കണ്ണൂർ ജില്ലയിൽ വന്നിട്ട് കുറേ ആൾക്കാർ ഈ തിരുവനന്തപുരം അങ്ങോട്ടിൽ തെക്കോട്ടിൽ അവരൊന്നും തെയ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ നാട്ടിൽ വന്നാലൊന്നും അവർ അങ്ങോട്ടൊന്നും പോയി തെയ്യം കാണൂല. കാരണം ആ സീസണിലായിരിക്കുമല്ലോ അവർ നാട്ടിൽ പോകുക. അപ്പോൾ അവർക്കും കൂടി ഒരു അവസരമാണ്. എല്ലാ വർഷവും ഇതിലാക്കാട്ടിയും ഇനിയും ആൾക്കാരെ വെച്ചിട്ട് ഇനിയും നല്ല ഉഷാറായിട്ട് ചെയ്യണമെന്നാണെന്നില്ലേ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ ഈ കൂട്ടായ്മയിലുണ്ട്. ഒരുപാട് ദിവസങ്ങൾ പ്രയത്നിച്ചാണ് ഈ കാര്യങ്ങൾ നടന്നത്. സത്യത്തിൽ എനിക്കും ഭയങ്കര അതിശയമുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ള ക്യൂരിയോസിറ്റി, അതായത് എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു ആകാംക്ഷയുണ്ട്. പക്ഷേ എല്ലാം ഭക്തി നിർഭരമായി തന്നെ ഗണപതി ഹോമം തൊട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. കളിയാട്ട മഹോത്സവത്തിന് ആക്ച്വലി സ്മാർട്ട് ട്രാവലിന് ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ചതിയുടെയും കണ്ണീരിന്റെയും പകരം വീട്ടലിന്റെയും ജീവിതാനുഭവങ്ങളുമായി കടവാങ്കോട് മാക്കവും മക്കളും നിറഞ്ഞാടി. മാക്കത്തിന്റെ ജീവിതം ശ്വാസമടക്കി സന്ദർശകർ കേട്ടിരുന്നു. മെയിനായിട്ടുള്ളത് മാക്കാണ്. മാക്കെന്ന് പറയുമ്പോൾ നമ്മളെ മാക്കവും മക്കളും കണ്ണൂർ ജില്ലയിൽ 2 സ്ഥലത്തെ ആകെ ഉണ്ടാവുമല്ലോ. അവിടെ കണ്ണൂർ തന്നെ ഫേമസ് ആയിട്ടുള്ള 2 തെയ്യാണ് മാക്കവും മക്കളും. അവരുടെ ആ ഒരു സ്റ്റോറി അതൊക്കെ അത്രയും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്. അവരെ ഒരു അമ്മ അനുഭവിച്ച ത്യാഗത്തിൻ്റെയും ഇതിൻ്റെയും കഷ്ടപ്പാടിൻ്റെ എല്ലാം വിഷമോ അതൊക്കെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. കളിയാട്ട ആഘോഷ കമ്മിറ്റിയുടെ വനിതാ വിഭാഗമാണ് മാതൃസമിതി. എല്ലാ ദേശങ്ങളിൽ നിന്നുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് നാടിന്റെ പൈതൃകവും സംസ്കാരവും മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കാൻ
ഈ കൂട്ടായ്മ മുന്നിലുണ്ട്. തെയ്യം എന്നാണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. ബാക്കിയുള്ള കാസർഗോഡ്, കണ്ണൂർ അറിയാം. പക്ഷേ മലപ്പുറം തൊട്ട് ഇങ്ങോട്ടുള്ള ഇവൺ തിരുവനന്തപുരം വരെയുള്ളവർക്ക് തെയ്യം എന്നാണ്. ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ മാതൃസമിതിയിലുള്ള 2 പേര് പാലക്കാടുകാരാണ്. നമ്മൾ വർഷങ്ങളായിട്ട് നാട്ടിൽ നിന്ന് വിട്ടിട്ട് UAE-യിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമ്മൾക്ക് നാട്ടിൽ ഉത്സവങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഒരു ദേശത്തിന്റെ ആരവം കൂടിയാണ് കളിയാട്ടക്കാലം. മേലേരിയും പന്തങ്ങളും ചൂട്ടുകറ്റകളും ഉയർന്നു കത്തുമ്പോൾ വെട്ടിത്തിളങ്ങുന്നത് ആ ദേശത്തിന്റെ സംസ്കാരവും സ്നേഹവും കൂടിയാണ്. പഴയ കാലത്ത് മിക്ക തറവാടുകളിലും കെട്ടിയാടിക്കൊണ്ടിരുന്ന ഒരു തെയ്യമാണ് മാക്കപ്പൂതി എന്ന് പറയുന്നത്. കൂടാതെ ഇതിൻ്റെ കൂടെ ഇപ്പോഴും വിഷ്ണുമൂർത്തി എന്ന് പറയുന്ന ഒരു വലിയൊരു പരദേവത വിഷ്ണുമൂർത്തി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു തെയ്യമാണ് 90-40 തെയ്യങ്ങളിൽ പെട്ടതാണ് ശാസ്തപ്പനും അതുപോലെ തന്നെ ഗുളികൻ ദൈവവും. ഇതൊക്കെ ഒന്നായിട്ട് ഇവിടെ കാണുക എന്നുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമാണ്. അവിടെ ക്ഷേത്രത്തിൽ 50 വർഷമായി മുത്തപ്പൻ കെട്ടുന്നത്, 50 വർഷമായി പാരമ്പര്യമായിട്ടുള്ളതാണ്. പൂരപ്പറമ്പിന് സമാനമായിരുന്നു അജ്മാനിലെ വിന്നേഴ്സ് ക്ലബ്ബ്. ഒരു ക്ലബിലോ കളിയാട്ടമെന്ന് വിമർശിച്ചവർക്ക് ഈ നിറക്കാഴ്ച തന്നെയാണ് മറുപടി. ഇനിയുള്ള കാലവും ഇതുപോലെ മാക്കവും ശാസ്തപ്പനും വിഷ്ണുമൂർത്തിയുമെല്ലാം ഈ മണ്ണിലെത്തും, കൺനിറയെ കാണാനും അനുഗ്രഹിക്കാനും.